വെൽക്കം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ പേഴ്സൺ ഒരു സൈലൻ്റ് ആയിരിക്കുന്നു, കുറച്ചും കൂടി നിങ്ങൾക്ക് തരേണ്ട ഉത്തരങ്ങൾ തരുന്നില്ല. എന്താണ് ആ ഒരു സൈലൻസിന് പിന്നിലുള്ള ഒരു റീസൺ, എന്താണ് അവരുടെ ഡീപ്പ് ഇൻസൈഡുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ഇതാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായി ശ്രദ്ധിക്കുക. എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. വളരെ പോസിറ്റീവായിട്ട് മാത്രം റീഡിംഗ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോൾ ഒരു കറണ്ട് എനർജി കാണുന്നത്, ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടേതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ജോബായിരിക്കാം, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ. അപ്പോൾ മനഃപൂർവ്വം പല ചിന്തകളിൽ നിന്നും, പല ഇമോഷൻസിൽ നിന്നും, ഫീലിങ്സിൽ നിന്നെല്ലാം ഓടി ഒളിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് അവരെ ഹോണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയായിരിക്കണം അവർ ഈ ഒരു ടൈമിൽ അവരുടേതായ വർക്കിൽ എത്രത്തോളം തിരക്കേറി നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം വർക്കിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. രണ്ട് പാർട്ടീസും അവരുടേതായ ഡ്യൂട്ടീസ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സമയം കൊടുക്കാത്ത ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തി സൈലൻ്റ് ആകാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയോ ആ വ്യക്തിക്ക് ഒരു നർച്ചറിങ് എനർജി മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരു പരിഗണന കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതാകുമ്പോൾ കൂടുതൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. ആ വ്യക്തി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ വ്യക്തിയുടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ഷെയർ ചെയ്യാനുണ്ടാകാം. പല കാര്യത്തിൽ ആ വ്യക്തി സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന്. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ലൊരു കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു എബണ്ടൻസ് ആണ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളൊരു കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സറൗണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു കംഫർട്ട് സോൺ തന്നെയാണ് എന്നാണ് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. അവരുടെ ഡീപ്പ് ഇൻസൈഡ് അവരിപ്പോൾ എന്താണ് ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു തോട്ട്സ് അവർ മനസ്സിൽ പോകുന്നത്, അവർ പുതുതായിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് അവർക്ക് ഉള്ളത്. ഒരിക്കലും റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് ലോങ് ടേം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും നല്ലൊരു തുടക്കം വേണം ഈ ഒരു ബന്ധത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരിതാണ്. അങ്ങനെ ഒരു തോട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് കാണില്ല ആ വ്യക്തി, പക്ഷേ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് നല്ലൊരു സ്റ്റാർട്ട് ചെയ്യണം ഈ റിലേഷൻഷിപ്പ്, വീണ്ടും നിങ്ങൾ കൂടെ വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ ഔട്ട്കം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഒരു മൂവ്മെൻറ്റ് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും സ്റ്റക്ക് ആയിട്ടുള്ളൊരു എനർജി അല്ല. അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി സൈലൻ്റ് ആയിരിക്കുന്നുണ്ടാവാം, കാര്യങ്ങൾക്ക് ഉത്തരം തരാത്ത രീതിയിലായിരിക്കും, ഒഴിഞ്ഞു മാറുന്നുണ്ടാവാം. പക്ഷേ പിന്നീട് ആ വ്യക്തി ഉടനെ തന്നെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക, അതൊരുപാട് ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ഈ ബന്ധത്തെ കൊണ്ടുപോകാനും ഒരുപാട് ദൂരത്തേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള നീക്കമില്ലായ്മ ഒരു ഷോർട്ട് ടേം ആണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ ഫ്യൂച്ചർ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കാണുന്നത്.
അപ്പോൾ ആ വ്യക്തി അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വിലയിരുത്താനായിട്ട് ശ്രമിക്കുക, നല്ലൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തുവെങ്കിൽ ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.